കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെനിൽ മിനിസിസിൻ്റെ സ്നേഹവും വന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് എബ്രായർ 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഈ നന്ദിയോടെ സ്തോത്രയാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കണമെങ്കിൽ എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കൊച്ചുമക്കൾക്ക് എൻ്റെ ജനത്തിന് ഒക്കെ ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളും അത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുക മാത്രമല്ല വേണ്ടത്. നമ്മെ കർത്താവ് വീണ്ടെടുത്തപ്പോൾ തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പർപ്പസുണ്ട്. നമ്മെ വീണ്ടെടുക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും നമുക്ക് വേണ്ടി അധ്വാനിച്ചവരും നമ്മളെ അടുക്കൽ സുവിശേഷം പറയാനെത്തിയ ആരൊക്കെയൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. അവരുള്ളതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന, അവരിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചത്. ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നുവെങ്കിലും ദൈവം ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു നമുക്ക് പിന്നിൽ, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും നമുക്ക് വേണ്ടി ദൈവസേനയിൽ ഉപവസിച്ചവരും ദൈവത്തോട് യാചിച്ചവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്നപ്പോൾ നമുക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു. ഇപ്പോഴും സ്തുതിക്കുന്നുണ്ടാകാം, ഇപ്പോൾ ഭൂമിയിലുണ്ടെങ്കിൽ. അപ്പം അതുപോലെ അത് അവരെന്തുകൊണ്ടാണ് ചെയ്തത്? അവരുടെ ജീവിതത്തിൽ അവർക്കുള്ള ദൗത്യം, അവരെക്കുറിച്ചുള്ള കോളിങ്ങിൻ്റെ ദൗത്യം മനസ്സിലാക്കി മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ബന്ധപ്പെട്ടവരായിരുന്നു. പലപ്പോഴും നാം ഓർക്കും, ഇതൊക്കെ പാസ്റ്റർമാരുടെ, ഇടയന്മാരുടെ, സുവിശേഷകന്മാരുടെ, അപ്പോസ്തലന്മാരുടെ ഇവരുടെ ഡ്യൂട്ടിയാണെന്ന് ചിന്തിക്കും. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച യാതൊരു വ്യക്തിക്കും അവരുടെ ദൗത്യമാണ് സുവിശേഷം അറിയിക്കുക. ഓൾമോസ്റ്റ് ദൈവമക്കളും തങ്ങളുടെ രക്ഷയുടെ ഭാഗത്ത് പോകുന്നു, തങ്ങളുടെ വീട്ടുകാരെങ്ങനെയെങ്കിലും രക്ഷയുടെ ഭാഗത്ത് വരണം, മറ്റുള്ളവരെക്കുറിച്ച്, മറ്റുള്ളവരുടെ രക്ഷയെക്കുറിച്ച് അങ്ങനെയുള്ള ചിന്തകൾ വരുന്നില്ല. അങ്ങനെ ഒരു ഭാരം വരുന്നില്ല, ആത്മഭാരം വരുന്നില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ജനിച്ച പാരമ്പര്യത്തിൽ കിടക്കുന്ന ജനം, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ ഭാരതത്തിലുള്ള ജനം, ലോകമെമ്പാടും ദൈവത്തെ അറിയാത്ത ജനമാണ് ഏറ്റവും കൂടുതലുള്ള 99% അങ്ങനെയാണ്. അപ്പോൾ ഈ ജനം ഇവർ നരകത്തിൽ പോകുമെന്നുള്ള ഉറപ്പാണ്. ദൈവത്തെ അറിയാത്ത ജനത്തിന് ദൈവം ഒരുക്കിയിരിക്കുന്നത്, പിശാചിന് ഇരിക്കുന്ന ഇടം തന്നെയാണ് അവിടേക്ക് പോകാൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കിയിട്ടും അങ്ങനെയുള്ള നന്മ പ്രവൃത്തികൾ ചെയ്യാൻ മനസ്സില്ലാതെ, സുവിശേഷം അറിയിക്കാൻ മനസ്സില്ലാതെ, മനുഷ്യരെയും പിശാചിനെയും ഭയപ്പെട്ടു ഇരിക്കുന്ന ജനം എത്ര സ്തോത്രയാഗം അർപ്പിച്ചാലും, എത്ര എല്ലാ ദിവസവും ചെന്ന് ആലയത്തിൽ ചെന്നിരുന്നാലും എന്ത് പ്രതിഫലമാണ് കർത്താവ് തരിക എന്ന് നാം ആദ്യം നമ്മളെ തന്നെ ശോധന ചെയ്യും. അത് ഓർക്കുകയും തിരുവെഴുത്തിലൂടെ അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. സഭ വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെ പ്രാർത്ഥിക്കാത്തവരൊക്കെ കുറവാണ്. ഭയങ്കര സാക്ഷ്യമാണ്, തങ്ങൾക്ക് കർത്താവ് അത് ചെയ്തു, ഇത് ചെയ്തു. എന്നാൽ ആത്മീയയാഗം അർപ്പിക്കുന്ന നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ആത്മീയ വേലയിൽ എത്രമാത്രം ഉണർന്നിരിക്കുന്നു, എത്രമാത്രം പ്രവർത്തിക്കുന്നു, എത്രമാത്രം ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം ഏത് ദൗത്യത്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്, ആ ദൗത്യം അനുസരിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങളിൽ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്ന ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ യാഗാർപ്പണമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിന് ചെയ്ത, അതുപോലെ നമ്മുടെ വീട്ടുകാർക്ക് ചെയ്ത, നമുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെക്കുറിച്ചൊരു ഭാരമില്ലാത്ത നമുക്ക് ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയത്തില്ല. എപ്പോഴും ഒരു ആത്മശൂന്യത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും.
കാരണം ആത്മാക്കളെ നേടുവാൻ യാതൊരു കാര്യം ചെയ്യാത്തൊരു വ്യക്തിക്ക് എന്ത് സന്തോഷമാണ് കർത്താവിൽ നിന്ന് ലഭിക്കുക. നമ്മുടെ അന്തരേന്ദ്രിയങ്ങൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് ശ്രദ്ധാപൂർവം നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ യാഗത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്നുള്ളൂ. അല്ലാതെ നാം എത്ര കൈയിട്ടടിച്ചാലും എത്ര ബഹളം വെച്ചാലും എത്ര ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദത്തോടു കൂടി വാ തുറന്ന് പാടിയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകത്തില്ല. നമുക്കറിയാമല്ലോ, ഹാബേലും അതുപോലെ കയീനും പോയി വഴിപാടുകൾ അർപ്പിച്ചു. യഹോവയായ ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, എന്നാൽ കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. പഴയ നിയമത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് വഴിപാടിനും അതുപോലെ യാഗങ്ങൾക്കും. അതിലൂടെയാണ് പാപത്തിനൊരു പരിഹാരം ദൈവം വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയും കൂടിയാണ്. അവരുടെ പാപം മറയ്ക്കപ്പെടുന്നു. എന്നാൽ മനസ്സാക്ഷിയിൽ പാപം ചെയ്ത വ്യക്തികൾക്ക് പഴയ നിയമപ്രകാരം എപ്പോഴും കുത്തുകൊള്ളും. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല. പഴയ നിയമത്തിൽ യാഗം അർപ്പിക്കുമ്പോൾ ജീവനുള്ളതിനെ അർപ്പിക്കുന്നത്, കന്നുകാലികളെ അർപ്പിക്കുമ്പോൾ പക്ഷികളെ അർപ്പിക്കുമ്പോൾ ജീവനുള്ളതെ അർപ്പിക്കുന്നത്. അപ്പോൾ അതിനെ യാഗമായി അർപ്പിക്കുമ്പോൾ അതൊന്ന് പെടയും. അതിൻ്റെ പ്രാണന് ഒരു പിടച്ചിലുണ്ടാവും, ശരീരത്തിനൊരു പിടച്ചിലുണ്ടാവും. അതുപോലെ ഒരു വേദനയോടെ ശരിക്കും ക്രിസ്തുവിൽ ഭാരത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം തുടങ്ങിയാൽ അത് ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗമായി തന്നെ തീരും. വാസ്തവമായി ആത്മാവിൽ നാം ആരാധിക്കുമ്പോൾ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവിടെ ദൈവത്തിന് പ്രസാദം വരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നമ്മളിൽ ചലനം ഉണ്ടാകും. ചലനാത്മകമായ ഒരു വിപ്ലവം നമ്മുടെ അകത്തെ മനുഷ്യനിലുണ്ടാകും. പഴയ നിയമത്തിൽ യാഗപീഠത്തിൽ അർപ്പിച്ച 5 യാഗങ്ങൾ, അതായത് ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം, ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ നിഴലായിരുന്നു. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിക്കാൻ വന്ന കർത്താവായ യേശു ഈ 5 യാഗത്തിലൂടെയും കടന്നു പോവുകയായിരുന്നു. പക്ഷേ യഹൂദന്മാർക്ക് ഈ അറിവില്ലായിരുന്നു. ആ യാഗം, പഴയ നിയമത്തിലെ യാഗങ്ങൾ എന്തിനെയാണ് കാണിക്കുന്നതെന്ന് അന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കതറിയാം. അപ്പോൾ ഈ 5 യാഗങ്ങളിലൂടെയും കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തതെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ തലമുറയെക്കുറിച്ച് മാത്രമല്ല, ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരെക്കുറിച്ചും നമുക്കൊരു ആത്മഭാരം ഉണ്ടാവും. അവരുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്തത് ജനം മനസ്സിലാക്കാതെ പോകുന്ന അവസ്ഥ, അവരുടെ ഭാവി എന്തായി തീരുമെന്നുള്ളൊരു ചിന്ത, അത് നമുക്കറിയാം. പക്ഷെ അവരങ്ങനെ കടന്നു പോകുമല്ലോ. അപ്പോൾ ആ സ്വർഗത്തിൽ ഇവരെ എങ്ങനെയെങ്കിലും വരണം, നരകത്തെ കൊള്ളയടിക്കുന്ന ഒരു അനുഭവം, ആ ഒരു അനുഭവത്തിലൂടെ അവർക്ക് നരകത്തിൽ പോകാതെ നിത്യനായ കർത്താവിനോടുകൂടെ വാഴുവാൻ, ദൈവത്തിൻ്റെ പ്രിയമക്കളായി തീരേണ്ടതിന് ആ ഒരു ചിന്ത, ആ ഒരു മനസ്സ്, ആ നന്മ ചെയ്യാനുള്ള, അവരെ നന്മയിലേക്ക് നയിക്കുവാൻ, ഏക നന്മയായ കർത്താവിലേക്ക് നയിക്കുവാനുള്ള ഒരു ഭാരവും ചിന്തയും നമുക്കുണ്ടായിരിക്കണം. ദൈവത്തോട് കണക്റ്റഡായിട്ടുള്ളൊരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ കാണുകയും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ബോധ്യത്തോടു കൂടെ തന്നെ നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവാത്മാവിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അതാണ് ആത്മജ്വലനം എന്ന് പറയുന്നത്. അത്
ഇത് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി ആഴത്തിൽ പ്രാപിച്ചവരിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നും പരിശുദ്ധ ദൈവം എങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാരെ നമുക്കറിയാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ കർത്താവിൻ്റെ സാക്ഷിയായി എങ്ങനെ തീർന്നു, ഇന്നും സാക്ഷിയായി വിശ്വസ്ത സാക്ഷിയായി ജീവിക്കുന്ന അഭിഷിക്തരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം നാം ചിന്തിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ആത്മാവിന് ഒരു ജ്വലനം ഉണ്ടാകും. അങ്ങനെ ആ ജ്വലനത്തെ നമ്മൾ കെടുത്തിക്കളയാതെ അത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് കെടാതെ സൂക്ഷിക്കണം. നിശ്ചയമായി നമ്മുടെ ആത്മാവിനെ കെടാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ വിശുദ്ധമായി സൂക്ഷിക്കണം. ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയിലും അതുപോലെ നമ്മുടെ ഉപവാസത്തിലും നമ്മുടെ ആരാധനയിലും ദൈവം പ്രസാദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിലാണ് നന്മ വസിക്കേണ്ടത്. നമ്മളിൽ നിന്ന് സൽപ്രവൃത്തികൾ പുറപ്പെടണം, സൽപ്രവൃത്തികളുടെ ഫലം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ എബ്രായർക്ക് എഴുതിയ ലേഖനം 13:5 പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ. ഇപ്പോൾ തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നുണ്ട്. ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാത്തിനും ഈ ഭൂമിയിൽ നമുക്ക് അതിന് വേണ്ടുന്നതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ തിന്നാനും കുടിക്കാനും നമുക്ക് താമസിക്കുവാനും അതുപോലെ നമുക്ക് അണിയാൻ വസ്ത്രവും ഇതെല്ലാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നിറവേറി തരുന്നുണ്ട്. അതിനൊന്നും നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഇതിന് ഒരു ബുദ്ധിമുട്ടും ആർക്കും അങ്ങനെ വലുതായിട്ട് അനുഭവപ്പെടുന്നില്ല. സകല മനുഷ്യർക്കും ദൈവം ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ കാണുന്നേ ഉള്ളൂ. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ആത്മതലത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, കർത്താവ് എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അത് നാം ചെയ്യുന്നുണ്ടോ, അത് നാം കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നുണ്ടോ, കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഒത്തവണമാണോ നാം മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ട് യോഗങ്ങൾക്ക് ചെല്ലും, കൃത്യമായിട്ട് അവിടെ ചെന്നിരുന്ന് പ്രസംഗം കേൾക്കും, 2-3 പാട്ട് പാടും. ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് നടത്തുന്നവരും ചിന്തിക്കുന്നില്ല, നടത്തിപ്പുകാരും ചിന്തിക്കുന്നില്ല, ഈ പോകുന്നവരും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ആവശ്യമാണ്, നമ്മുടെ വളർച്ചയ്ക്ക്, ആത്മീയ വളർച്ചയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ദൈവത്തിന് പ്രസാദകരമായിട്ട് നാം ജീവിക്കുന്ന നാൾ പ്രസാദകരമായിട്ട് ജീവിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പത്രോസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ, ദൈവത്തിന് മുഖവശമില്ല, യാതൊരു ജാതിയിലും അവനെ ഭയപ്പെട്ടു, ക്രിസ്തുവിനെ ഭയപ്പെട്ടു. ക്രിസ്തുവിലൂടെയാണ് പ്രാർത്ഥന പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നത്. ക്രിസ്തുവിലൂടെ അല്ലാത്ത യാതൊരു പ്രാർത്ഥനയും സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ഏകസത്യ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇത് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇത് മനസ്സിലാക്കാത്തവർ നിർഭാഗ്യവന്മാർ എന്ന് പറയാം. ഇവിടെ ഏത് ജാതിയിൽ അവനെ ഭയപ്പെട്ട്, ക്രിസ്തുവിനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ കർത്താവ് അംഗീകരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിറവിൽ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസാദകരമായി തീരുന്നത്. ഒരു യാഗാർപ്പണമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് ഉയർന്നു പോകുന്ന ഈ യാഗാർപ്പണത്തിലാണ് ദൈവത്തിൻ്റെ പ്രസാദം. ദൈവത്തിന് സൗരഭ്യവാസനയായി നമ്മുടെ അധരങ്ങളിൽ നിന്ന്, നമ്മുടെ ആത്മാവിൻ്റെ അധരങ്ങളിൽ നിന്ന്, നമ്മുടെ ആത്മാവിൻ്റെ അന്തരിന്ദ്രിയങ്ങളിൽ നിന്ന്, നമ്മുടെ ആത്മാവിൻ്റെ ചിന്തകളിൽ നിന്ന് ഉയരുന്ന ഈ യാഗാർപ്പണമാണ് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്. യേശുവിനെക്കുറിച്ച് തന്നെ പറയാം. പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും വേദപുസ്തകം പറഞ്ഞ ദൈവം കർത്താവിനെ അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടി ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു പിശാച് ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു. ഇതാണ് കർത്താവ് നമുക്ക് ഭൂമിയിൽ മാതൃകയാക്കി വെച്ചിട്ട് പോയത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്നത് എങ്ങനെയായിരിക്കണം? കർത്താവ് എന്താണോ ഇവിടെ നമുക്ക് കാണിച്ചത് ആ മോഡലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ.
നാം അനുഗമിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നാം തീരണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗം ആയി നാം തീരണം. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ അതേ എഴുതിയത്, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരേണ്ടതിന് നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണമെന്ന്. അപ്പോൾ നന്മ ചെയ്തുകൊണ്ടും സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടും കർത്താവിൻ്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ നാം ആത്മാവിൽ നാം വളരണം. അതിനായിട്ട് നാം ആത്മാവിൽ അധ്വാനിക്കണം. ആത്മാവിൽ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, അങ്ങനെ ദൈവം തന്നിരിക്കുന്ന കാലയളവോളം കർത്താവിന് പ്രസാദകരമായ യാഗം അർപ്പിച്ചുകൊണ്ട് ആ യാഗത്തിലൂടെ ദൈവത്തിൻ്റെ പ്രസാദം ഇറങ്ങി വന്ന് ആ ദൈവ സാന്നിധ്യവും ആ ശക്തിയും അനുഭവിച്ച് മുന്നേറുവാൻ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ യാഗപീഠങ്ങളായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ തന്നു. പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടും ഇരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അത് ദൈവത്തിൻ്റെ തിരുപ്രസാദ പ്രകാരമായിരിക്കാൻ തക്കവണ്ണം അങ്ങയുടെ ജനത്തിൻ്റെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി തീർക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. കർത്താവ് കൃപ ചെയ്യണം. ഞങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളുടെ ജനത്തെ മറയ്ക്കണം. ഞങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഞങ്ങളുടെ ജനം വരുവാൻ ഉള്ള ഒരു ആത്മദാഹം ഞങ്ങളുടെ ജനത്തിന്, ഞങ്ങളുടെ സഭയ്ക്ക് ഉണ്ടാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ.